പ്ലാറ്റ്ഫോം ഉണ്ടാവും. ലോക്കൽ പ്ലാറ്റ്ഫോം തന്നെ കേട്ടോ. ഈ പ്ലാറ്റ്ഫോമിൽ ഒരു ചായ പോലും കിട്ടൂല. അതാണ് ലോക്കൽ ട്രെയിനിന് ലോക്കൽ പ്ലാറ്റ്ഫോം. അതൊക്കെ മനസ്സിലായി. അവിടെ വെക്ക് സാധനം വെക്ക്. ഇതെങ്ങനെ കൊണ്ടുപോകും? അത് റിസ്ക് ആണ്. ഞങ്ങള് 3 VIP ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് വിവരം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്താണ് വലത്തിയത്? ഇതാണോ പറഞ്ഞത്? ഗേറ്റ് തുറക്കുന്നതിന് മുന്നേ അപ്പുറത്തേക്ക് എത്തോ. കമോൺ കമോൺ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം 11:30. അതേ ട്രെയിന് അതേ സ്റ്റേഷൻ, പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലേ തിരൂർക്കായിരുന്നു ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ലോക്കൽ ട്രെയിൻ കയറിയത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് നമ്മൾ ഫാമിലി കൂടി ഉണ്ട്. ട്രെയിൻ കുറച്ച് ലേറ്റ് ആണെങ്കിലും ട്രെയിൻ വരുന്നുണ്ട്. ഒരു കാര്യം കൂടി, നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൂടി തീർച്ചയായും വീഡിയോക്ക് തീർച്ചയായും ഒരു ലൈക്ക് കൂടി ചെയ്യുക. ഞങ്ങൾക്ക് റഹ്മത്ത് ഹോട്ടലിലത്തെ ചിക്കൻ ബിരിയാണി, നിങ്ങൾക്ക് ബീഫ് ഫ്രൈ. ഓക്കെ മറിയക്കുട്ടി, തിരക്കില്ലാത്ത കമ്പാർട്ട്മെന്റ് നോക്കണ്ടോ? ആ ഫ്രണ്ടിലൊന്നും ഒരു മനുഷ്യല്ല കേട്ടോ. എന്റെ കാലില്ലേ തൊട്ട ബാക്കില്. ഇവിടെ കയറി സീറ്റ് പിടിക്കും. അവിടെ കാണും. രണ്ടെണ്ണമായി എനിക്ക് വേണ്ട. 2 കോപ്പി അങ്ങനെ ഞങ്ങള് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിട്ടോ. സമയം ഇപ്പൊ എത്രയാണെന്നറിയോ? സമയം 1:30 മണിയാക്കി. 1:30 മണിയായി. ഇനി ഇവിടുന്ന് വണ്ടി വിളിച്ചിട്ട് എന്തെങ്കിലും കഴിക്കണ്ടേ? ഫുഡ് എന്തെങ്കിലും കഴിക്കണ്ടേ? ഇനി ആദ്യം നമുക്ക് ഫുഡ് കഴിക്കണം. നല്ല ചൂടാ, വെയിലുണ്ട്. അതിനിപ്പോ ഇവിടുന്ന് നടന്നു പോണേലേ കുറച്ച് പാടാ. ചില്ലറല്ലേ? 2 രൂപ. ഇത് കണ്ടോ? കയറും. അപ്പൊ നമ്മള് ഹോട്ടലിനെ വന്നിട്ടില്ല, റഹ്മത്ത് ഹോട്ടൽ. തിരക്കാട്ടോ, റോഡ് മുറിഞ്ഞായിട്ട് നോക്കണേ. 3ാമത്തെ ഡോർ ഫാമിലി സെക്ഷൻ. ഇവിടെ തന്നെ കേറൂ. തിരക്കിലാണോ? കട്ട വെയിറ്റിങ്ങിലാട്ടോ. റഹ്മത്ത് ഹോട്ടലിലേ ഞങ്ങള് 3 VIP ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് വിവരം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. കൊച്ചിക്കാരാണ്. ഇവരും കോഴിക്കോട് കാണേണ്ടി വന്നാട്ടോ. ആണ് റഹ്മത്ത് ഹോട്ടലിലെ ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ടേ സ്പെഷ്യലായിട്ട് ഇവരും വെയിറ്റിങ്ങിലാണ്. ഇവിടെ ഇരിക്കും. നമ്മുടെ മരിയയിലുള്ള സീറ്റ് സ്പെഷ്യൽ സീറ്റ് ഇട്ടുണ്ട് കേട്ടോ. കൂടി സീറ്റ് മറിയോ ഉണ്ടാക്കാം. മറിയന്റെ സീറ്റ് ഉണ്ടോ? ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ഫേമസ് എന്താണോ? ബീഫ് ബിരിയാണിയാണ്. അപ്പൊ നിക്ക് വലിച്ചതാക്കിയല്ലേ നിങ്ങള്? എന്താണ് വലിച്ചത്? ഇതൊന്നും ഇതാണാ പറഞ്ഞത്. ഇതില് രസകരമായ ഒരു കാര്യം എന്താ പറയുക, എൻ്റെ പെങ്ങളും എൻ്റെ വൈഫും കൂടി ചെലവും വണ്ടിക്കാശും ഒക്കെ എടുത്തിട്ട് എന്നെ കോഴിക്കോട് കൊടുത്തു കേട്ടോ. ചെറിയ പൈസ ആയിട്ടുള്ളൂ, 561 റുപ്യ ആയിട്ടുണ്ട്. ചെറിയ പൈസ ആയിട്ടുള്ളൂ, 561 റുപ്യ ആയിട്ടുള്ളൂ. റഹ്മത്ത് ഹോട്ടലിലെ ബീഫ് വലത്തിയത്. ഇനി എന്തൊക്കെ മേടിച്ചെന്നെ അറിയാ പോവാ. അങ്ങനെ റഹ്മത്ത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിട്ടോ. ബീഫിന്റെ ഐറ്റംസ്, ബീഫ് ബിരിയാണി. നീ എങ്ങോട്ടാ നെക്സ്റ്റ്? ഇനി പറയൂ എങ്ങോട്ടാ? റെയിൽവേന്റെ കുട്ടിയോടെ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ഓട്ടോ ചോദിക്കല്ലേ?
സൈഡിൽ കൂടെ പോണ്ട, ഈ സൈഡിൽ കൂടെ പോണം, ഈ സൈഡിൽ കൂടെ വാ 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 വാ. ഈ ഗേറ്റ് തുറക്കുന്നതിന് മുന്നേ അപ്പുറത്തേക്ക് എത്തോ. കമോൺ കമോൺ, നമുക്ക് ബസ് തന്നെ പിടിക്കാട്ടോ, ബസ് പിടിക്കാം. ഈ സ്റ്റാൻഡിന് പെരുവണ്ണ മാങ്കാവ് ബസ് ബസ് പിടിച്ച് ഇനി നെക്സ്റ്റ് ലുലുമാൾ വാട്ടർഫോൾസ് പോയാൽ നമുക്ക് അല്ല ലുലുമാള് അല്ലേ? ലുലുമാൾക്ക് എത്ര റേറ്റ് തരാം? ആ 100 രൂപ അല്ലേ? ആ എന്നാലും കയറോ, വണ്ടി കയറി, ഓട്ടോറിക്ഷ കയറി. ലുലുമാളിലെത്തിട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ ബസ് കിട്ടും. പെരുമണ്ണ വഴി പോകുന്ന ബസ് അതിനെ തന്നെ ലുലുമാളിന് ബോർഡ് ചെയ്തിട്ടുണ്ടാകും. ലുലുമാളിന് ബോർഡ് ചെയ്തിട്ട് ആ ബസ് കയറി ഞങ്ങൾ ആദ്യം വിചാരിച്ചു, ബസ്സിൽ കയറാമെന്ന് ആദ്യം വിചാരിച്ച്. പിന്നെ ടൈമിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ടൈം വല്ലാത്തൊരു വിഷയമാണ്. നമുക്ക് ടൈം വളരെ കുറവാണ്. തിരിച്ച് 4 മണിയാകുമ്പോൾ സ്റ്റേഷനിലേക്ക് എത്തണം. 5 മണിക്കുള്ളിൽ 5 മണിക്കത്തെ ട്രെയിൻ ഉണ്ട്. അപ്പോൾ അത് പിടിക്കണമെന്നുണ്ടെങ്കിൽ ബസ്സിൽ പോകുന്ന കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല. അവിടുത്തെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു 100 രൂപയാണ്, ഓട്ടോറിക്ഷയ്ക്ക് ഏകദേശം 100 രൂപയാണ് ഈ ലുലുമാൾക്കുള്ളത്. ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടാണ് ലുലുമാൾക്ക് എത്തിയത്. നടക്കും ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ പോയിട്ടോ. ജംഷീദ് കമാൺ കമാൺ, ഇവിടെ 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 എന്തു കേസിലാണ് ഇവിടെ മാളിൽ വന്നിട്ട് അത് ഇത്രപ്പെട്ട തീർക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ പിന്നീട് കേട്ടോ. കാഴ്ചകൾ കാണാനും ഫോട്ടോ എടുക്കാനും ടൈം ഉദ്ദേശിച്ച സാധനേ ആദ്യം കളക്ട് ചെയ്ത് സൂപ്പർ മാർക്കറ്റാണ്. കണ്ടെത്തിയോ? സ്ഥലം കണ്ടെത്തിയോ? ഇവിടെ കൂടെ കൊറേ നേരമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ ലുലുമാളിൽ വന്നിട്ട് എന്തോ കാര്യമായിട്ട് അന്വേഷിച്ചിറക്കുന്നു. അതൊരു കിട്ടിയിട്ടില്ല. എന്താണ് അന്വേഷിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പിന്നാലാണ് നോക്കുന്നത്. ഇനി പോവല്ലേ? നേരെ പോവല്ലേ? ഇപ്പൊ ലുലുമാളെ കണ്ടിരുന്നോ? ഇന്നോട്ട് കണ്ടിരുന്നോ? പാർട്ടിയും മേടിക്കാൻ മാറുന്നു. ലുലുമാളെ കണ്ടോ? ആ ഫുഡ് കോർട്ടിലും പോണ്ടേ? ഞങ്ങൾ ഇതിലാരാ താഴത്തിലൊന്നും കയറിയിട്ടില്ലല്ലോ. മുകളിലെല്ലായിടത്തും കയറിയോ? ലിഫ്റ്റ് മാത്രമേ ഉള്ളൂ താഴത്തേക്ക്. നീ പറയും തല മുട്ടണ്ട നോക്കാൻ കേട്ടോ. ഹായ് ഹായ്, ലുലുമാണ് കയ്യില് കംപ്ലീറ്റ് നിൽമോ. അതാ ഇവിടുത്തെ എന്താ ഇവിടെ ഇത് പാർക്കിംഗ് ഏരിയ അല്ലേ? ബേസ്മെന്റ് ആണ് പാർക്കിംഗ് ഏരിയ ആണേ. ആണ് പറഞ്ഞ ആ കയറി ലാസ്റ്റ് വഴിയൊന്നും കാണില്ല, കാറ് മാത്രം. ഫ്ലവർ ഷോ അല്ല ഇതന്നെ സംഭവം. അങ്ങനെ ലുലുമാള് കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങട്ടോ. ഇവിടെ എന്തൊക്കെ തെരഞ്ഞെടുക്കണം, നമുക്ക് സാധനം കിട്ടിയിട്ട് കഴിഞ്ഞു. അവിടെ ഫ്ലവർ ഷോ എന്ന് പറഞ്ഞ മാളിന്റെ ഉള്ളിൽ കറങ്ങിയിട്ട് ഇവർ രണ്ടുപേരും പാടെ എന്തൊക്കെയോ തെരഞ്ഞെടുത്തിരുന്നു. പക്ഷെ ഒന്ന് മേടിച്ചിട്ടുണ്ട്, പക്ഷെ എന്താന്ന് മനസ്സിലായില്ല. അതിനിടയ്ക്ക് ഞാനൊന്ന് മാറിപ്പോയി. ഒരു ഫ്ലവർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ലുലുമാളിന്റെ തന്നെ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോ അങ്ങോട്ടാണ് ഇപ്പൊ കയറിയിട്ടില്ല. ഉണ്ടാവും പാടെ ഇതാണ് ഫ്ലവറിന് എന്താ പറഞ്ഞേ? ഇതിപ്പോ എങ്ങനെയല്ലേ മേടിച്ചാലും കൊണ്ടുപോകാൻ പറ്റില്ല, വണ്ടിയില്ലല്ലോ. എങ്ങനെ ഉണ്ടാകും? എങ്ങോട്ടാണ് എന്തോക്കിട്ട് നടക്കണം? എന്താണ് ഉദ്ദേശിക്കുന്നത്?
അഡീനിയം 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 എന്ന് വെച്ചാൽ എന്താണ്? ഇതൊരു പൂവുണ്ടാവണ ചെടിയാണ്. അതൊക്കെ മനസ്സിലായി. അവിടെ വെക്ക്, സാധനം വെക്ക്. ഇതെങ്ങനെ കൊണ്ടുപോകും? അത് ഞാൻ അത് റിസ്ക് ആണ്. നമുക്ക് വണ്ടിട്ട് വരുമ്പോഴേ എടുക്കാം. കൊടുക്കണ്ട ഇവിടെ കൊണ്ടുവന്ന് നടക്കൂലേ, ഭയങ്കര റിസ്കാ. ട്രെയിനില് 40 രൂപ. നമ്മുടെ നാട്ടിലെ നഴ്സറിയിലാണ് കയറി. ഞാൻ ആ അഡീനിയത്തിന്റെ ഒരു തൈക്ക് അവിടെ ഗേറ്റിൽ വെച്ചിട്ട് 350. മറിയൂ പൂക്കളുടെ ഇടയിൽ ഇവിടെ അവിടെ വേണ്ട ഇവിടെ. അപ്പൊ ലുലു മാളിന്ന് ഞങ്ങൾ പുറത്തിറങ്ങിട്ടോ. ഇനി പുറത്തുനിന്ന് ബസ്സിനോ അല്ലെങ്കിൽ ഓട്ടോ വിളിച്ചിട്ടോ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. 5 മണിക്ക് 5:15 ഞങ്ങളെ അവിടേക്കുള്ള ലോക്കൽ ട്രെയിനിൽ. അപ്പൊ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതിന് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ഇവിടുന്ന് ഇറങ്ങണം. ലുലു മാളിന്റെ ഒരുവിധം കാഴ്ചകൾ കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ ഇവരെന്തോ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ് ലുലു മാളില്. കിട്ടിയോ? അങ്ങനെ മേടിക്കാൻ കയറിയ സാധനം കിട്ടിയില്ലയോ? കിട്ടിയില്ല? കിട്ടിയോ? അതാ, അവര് മേടിക്കാൻ കയറിയ സാധനം കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്തോ മേടിക്കാൻ കയറിയിരുന്നു. അപ്പൊ ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മള് പുറത്തിറങ്ങിയിട്ട് അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് നേരെ സ്റ്റേഷനിൽ കിട്ടാം. കുറച്ചുകൂടെ പോയി അവിടെ സീനിലുണ്ട്. അവിടുന്ന് സിറ്റി ബസ് ഉണ്ട്, പച്ച കളറിലെ. റെയിൽവേ സ്റ്റേഷനിൽ കൂടെ പോകണ്ടില്ലേ? പെരുമണ്ണെന്ന് വരുന്ന ബസ്, അത് റെയിൽവേ സ്റ്റേഷൻ വഴിയാണ് പോകുന്നത്. അപ്പോൾ അതിൽ കയറാനാണ് പറഞ്ഞത്. രാവിലെ വരാനൊരു 11-11:15 ട്രെയിനാണ് നമ്മൾ വന്നത്. കോഴിക്കോട് എത്തിയപ്പോഴത്തേന് ഏകദേശം 1:30 മണിയായി. റഹ്മത്ത് ഹോട്ടലിൽ പോയി രുചികരമായ ബിരിയാണി അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ലുലു മാളിൽ ഇവർക്ക് എന്താ സാധനം ലുലു മാളിലെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ കോഴിക്കോട് ലുലു മാൾ അന്വേഷിച്ച് പോയി. ഞാൻ കണ്ടില്ല മേടിക്കണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു 5:15 നമ്മുടെ ട്രെയിന്, ലോക്കൽ ട്രെയിൻ 5:15. അപ്പൊ ഈ ട്രെയിനിങ് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് നേരം എടുക്കും. അപ്പൊ ഏകദേശം 5 മണിയായി സമയം. പ്ലാറ്റ്ഫോം ഉണ്ടാവും, ലോക്കൽ പ്ലാറ്റ്ഫോം തന്നെ കേട്ടോ. 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് മുന്നിൽ കാണുന്നത്. നല്ല തിരക്കാണ്. ഈ പ്ലാറ്റ്ഫോമിൽ ഒരു ചായ പോലും കിട്ടില്ല. അതാണ് ലോക്കൽ ട്രെയിനിന് ലോക്കൽ പ്ലാറ്റ്ഫോം. ടിക്കറ്റ് ഫെയറേ നമ്മൾ ഇങ്ങോട്ട് വന്നത് 3 ആൾക്ക് 120 രൂപ കേട്ടോ. ഒരാൾക്ക് 40 രൂപയാണ് പള്ളിപ്പുറത്ത് കോഴിക്കോട്ടേക്ക് ഫാസ്റ്റ് പാസഞ്ചർ. പക്ഷെ ഈ ട്രെയിന് കണ്ണൂർ ടു ഷൊർണൂർ ലോക്കൽ ട്രെയിനാണ്. അത് ഒരാൾക്ക് 20 രൂപ. 3 ആൾക്ക് 60 രൂപ ഉണ്ട്. ഞങ്ങൾ കോഴിക്കോട് നിന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തു. അങ്ങനെ നമ്മുടെ വീഡിയോ ആ ട്രെയിൻ പോണ എങ്ങോട്ടാ തരുമോ? അത് കണ്ണൂർക്കാണ്. നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.